നോക്കുക, ആ ഷോർട്ട് സ്ട്രാഡിൽ നിങ്ങൾ അറ്റ് ദ മണി കോളും പുട്ട് സെല്ല് ചെയ്യുന്ന എന്തിനാ? ഒരു ബാങ്ക് നിഫ്റ്റിയുടെ നിയറസ്റ്റ് എക്സ്പയറി ടൈമിലാണെങ്കിൽ അത് രണ്ടും ഡീക്കെ അടിച്ചു പോകും. ഈ രണ്ടും ഡീക്കെ അടിച്ചു പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മുഴുവൻ ബെനിഫിറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തിയറി, ആ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നിങ്ങളൊരു ചെറിയൊരു കോളും സെല്ല്, ഒരു 100 രൂപയുടെ കോള് സെല്ല് ചെയ്തു, ഒരു 100 രൂപയുടെ പുട്ട് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ പുട്ട് സെല്ല് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് വളരെ പെട്ടെന്നൊരു മൂവ്മെന്റ് അങ്ങ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് നിങ്ങൾ കോൾ സെല്ല് ചെയ്തു, മാർക്കറ്റ് ഒരു ഹൈ ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പുട്ടിന്റെ മുഴുവൻ ഡീക്കെ കിട്ടും, ആ ബെനിഫിറ്റ് കിട്ടും, ആ 100 പോയിന്റ് കിട്ടും. പക്ഷെ നിങ്ങൾ 100 രൂപയ്ക്ക് സെല്ല് ചെയ്ത പുട്ട്, അല്ല 100 രൂപയ്ക്ക് സെല്ല് ചെയ്ത കോള് അത് 1000ലേക്ക് പോകും. അപ്പോൾ എന്തുമാത്രം സ്ട്രാറ്റജീസ് പഠിച്ചു കഴിഞ്ഞാലും ഓർക്കുക, നിങ്ങളുടെ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ ഒറ്റ കാര്യത്തിൽ നിങ്ങൾ സ്ട്രക്കായി പോകരുത്. ആ ഒറ്റ